ഹായ് ഓൾ, ബാംഗ്ലൂരിൽ നിന്നൊരു 90 കിലോമീറ്റർ സഞ്ചരിച്ച് നമുക്കിന്ന് അതിമനോഹരമായ ഒരു യാത്രയ്ക്ക് പോകാമേ. ഈ യാത്ര വളരെയധികം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. കാരണം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഒരു വഴികളും അതുപോലെ തന്നെ അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകളും ഒക്കെ വളരെ മനോഹരമാണ്. ഈ പ്രത്യേകിച്ച് ട്രക്കിങ്ങും അതുപോലെ തന്നെ ഹൈക്കിങ്ങും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇതൊരുപാട് ഇഷ്ടപ്പെടും. എന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുത്തിയതും അതുപോലെ തന്നെ ആകർഷിച്ചതുമായിട്ടുള്ള വഴികളാണ് ഇത്. രണ്ട് സൈഡിലും ചെറിയ ചെറിയ മരങ്ങളും അതുപോലെ തന്നെ ചെറിയ ചെറിയ വീടുകളും ആ ഗ്രാമത്തിൻ്റെതായ തനിമ വിളിച്ചോതുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. അവിടുത്തെ ഗ്രാമീണരായിട്ടുള്ള ആൾക്കാർ ഇവയൊക്കെ കണ്ട് അതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ഒരു യാത്രയാണിത്. ഇനിയിപ്പം നമ്മൾ ഡയറക്റ്റ് ചെന്ന് കയറാനായിട്ട് പോകുന്നത് ചുഞ്ചി ഫോൾസിൻ്റെ പാർക്കിംഗ് സ്പേസിലോട്ടാണ്. അവിടെ ചെല്ലുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു 30 രൂപ നിങ്ങൾ കയ്യിൽ കരുതണേ, അല്ലെങ്കിൽ അവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അവിടെ UPIയും പേടിഎമ്മും ഒന്നും അങ്ങനെ ഇല്ലല്ലോ, അതുകൊണ്ടാണ്. പിന്നെ വിശക്കുവാണെങ്കിൽ അവിടെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് താൽക്കാലിക ആശ്വാസത്തിന് എന്തെങ്കിലുമൊക്കെ കഴിക്കാനായിട്ട് പറ്റും. അത്ര വലിയ ഗ്രാൻഡായിട്ടൊന്നും പ്രതീക്ഷിക്കരുത്, എങ്കിലും ചില്ലറ വല്ല ഓംലെറ്റോ മാഗിയോ കുറച്ച് നാരങ്ങ വെള്ളമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അവിടുന്ന് കിട്ടുമേ. അപ്പോൾ നമുക്കിനി അവിടുത്തെ വിശേഷങ്ങളിലോട്ട് പോവാം. കാടും മലയും കുന്നും ഒക്കെയുള്ള ഒരു സ്ഥലം, അതിൽ കൂടെ ഒഴുകുന്ന ഒരു വെള്ളച്ചാട്ടം, അത് കാണാൻ എന്തോരം ഭംഗിയായിരിക്കും അല്ലേ. ആ ഒരു ഭംഗിയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഇവിടെ വന്ന ഒരുപാട് ആളുകൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട്. അത്രത്തോളം ഭംഗിയുള്ളതാണ് ഈ ഒരു സ്ഥലം. അങ്ങനെ നമ്മൾ ദേടെ പാർക്കിംഗ് സ്പേസിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു 30 രൂപ കൊടുത്തിട്ട് നമ്മൾ താഴോട്ട് ഇറങ്ങി പോവാണ്. ഇനി ഇവിടെ ഒരു ഇറിഗേഷൻ കനാലുണ്ട്. ആ കനാലും കൂടി കണ്ടിട്ടാണ് നമ്മൾ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ കനാല് ഇതാണ്. എന്ത് രസമാണെന്നറിയോ ഇവിടെ കാണാനായിട്ട്, നിങ്ങൾക്ക് തന്നെ തോന്നില്ലേ നല്ല ഭംഗിയുണ്ടെന്ന്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ചുഞ്ചി ഫോൾസിലോട്ടാണ്. ഇത് ഇറിഗേഷൻ കനാലാണ് ഈ കാണുന്നത്. ഇനിയിപ്പോൾ നമുക്ക് നടന്നു പോകണം ചുഞ്ചി ഫോൾസിലോട്ട്. കാണാൻ വളരെ ഭംഗിയുള്ള ഒരു സ്ഥലമാണിത്. അപ്പോഴേ നമ്മൾ ചുഞ്ചി ഫോൾസിലോട്ട് നടന്നു പോവാണ്. ഭംഗിയൊക്കെ ഉണ്ട് ശരിയാണ്, പക്ഷെ നടക്കാനും കുറച്ചേറെ ദൂരമുണ്ട് കേട്ടോ. അപ്പം നടക്കാനും അതൊക്കെ കാണാനും ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും അടുപ്പില്ലാതെ നമുക്ക് നടന്നു പോകാനായിട്ട് പറ്റും. അപ്പം ഞങ്ങൾ കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടന്നു പോയി രണ്ട് സൈഡിലെയും കാഴ്ചകളൊക്കെ കണ്ടിട്ട്. അപ്പോഴേ ഇവിടെ വരുമ്പം നമ്മളുടെ ഗൈഡിൻ്റെ സഹായം എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ചുഞ്ചി ഫോൾസിൻ്റെ ഏറ്റവും താഴെ പോയിട്ട് എല്ലാം കാണാനായിട്ട് പറ്റുമേ. ഞങ്ങൾ ഗൈഡിൻ്റെ സഹായം എടുത്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ മുകളിൽ നിന്നിട്ടാണ് ചുഞ്ചി ഫോൾസ് കണ്ടത്. ഈ ചുഞ്ചി ഫോൾസിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ചുഞ്ചി ഫോൾസ് കാണാൻ പറ്റും. കുറച്ച് കാടിനുള്ളിൽ കൂടി കയറിപ്പോണേ. അപ്പോൾ ആ ഒരു യാത്ര എന്ന് പറയുന്നത് ചെറിയൊരു റിസ്ക് ഉള്ള പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പോകുമ്പോൾ കുറച്ച് സൂക്ഷിച്ച് വേണം പോകാൻ. ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നുണ്ട്, ഇവിടെയൊക്കെ കണ്ടിട്ട് പോകുന്നുണ്ട്. കുറേ ആളുകളൊക്കെ ഗൈഡിൻ്റെ സഹായം എടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ചുഞ്ചി ഫോൾസ് താഴെ പോയി നല്ല വിശദമായിട്ട് കാണാനായിട്ട് പറ്റും. പക്ഷെ ഞങ്ങളിപ്പം പോയിട്ട് നമ്മളിങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നിട്ടാണ് ചുഞ്ചി ഫോൾസ് കാണുന്നത്. ഈ ഒരു ഏരിയയിൽ നിൽക്കുമ്പോൾ കാണുന്ന ഒരു ചുഞ്ചി ഫോൾസിൻ്റെ വ്യൂ ആണ് ഇത്. ഇവിടെ നിന്നിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിൽ കൂടെ വീണ്ടും ഒരു വഴി കിടപ്പുണ്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ അതുവഴി ഒന്ന് പോയി നോക്കാം, ചുഞ്ചി ഫോൾസിൽ എത്തുമെന്നറിയാമല്ലോ എന്ന്. കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കിന് അതത്ര പന്തിയായിട്ട് നമുക്ക് തോന്നിയില്ല. കാരണം താഴോട്ടൊക്കെ സ്ലോപ്പാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടെങ്ങാനൊന്ന് മറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഒക്കെ ഭയങ്കര റിസ്കി ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് തോന്നി. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടുന്ന് അത് അവസാനിപ്പിച്ചിട്ട് നേരെ തിരിച്ചു കയറിയിട്ട് കുറച്ചും കൂടെ മുന്നോട്ട് പോയിട്ട് നമ്മൾ വേറൊരു സ്ഥലത്ത് ചെന്നപ്പോഴാണ് ഇത് കാണാനായിട്ട് വരുന്നത്. ഇത് നമുക്ക് ഇങ്ങനെ പാറക്കൂട്ടങ്ങളുടെ ഇടയിൽ കൂടെ കയറിയിട്ട് കാണുന്നൊരു കാഴ്ചയാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോസ് ഞാൻ പാറക്കൂട്ടങ്ങളുടെ ഇടയിൽ കൂടെ കയറുന്നൊന്നും അങ്ങനെ എടുത്തിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ കുറച്ച് റിസ്കി ആയിരുന്നത് കൊണ്ട് തന്നെ നമ്മൾ അത്ര ഷൂട്ട് ചെയ്യാനായിട്ട് നിന്നിട്ടില്ല. ഇത് കണ്ടോ, ഈ പുറകെ കൂടെ ഒഴുകുന്നതാണ് ചുഞ്ചി ഫോൾസ്. അപ്പോൾ നമ്മൾ വന്ന് ഇതിൻ്റെ ഭംഗിയൊക്കെ കണ്ടു. ഇത് ശരിക്കും താഴെ പോയി നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് കാണാനായിട്ട് പറ്റും. നമ്മൾ അത്രയും പോയില്ല കേട്ടോ. എന്നിട്ട് ഇനി നമ്മൾ തിരിച്ചു പോവാണേ. അപ്പോൾ ഇപ്പം തന്നെ നമ്മൾ കുറച്ച് മടുത്തായിരുന്നു, കാരണം നമ്മൾ കുറേ നടന്നിട്ടാണ് ഇതൊക്കെ കണ്ടത്. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ കണ്ടിട്ട് തിരിച്ച് നടന്ന് ഈ സൈഡിൽ കാണുന്ന കടയിൽ നിന്ന് നമ്മൾ കയറിയിട്ട് നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ക്ഷീണമൊക്കെ മാറി എനർജിയൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടാണ് നമ്മുടെ തിരിച്ചുള്ള യാത്ര. അപ്പോൾ എനിക്ക് ഈ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു, ഭയങ്കര സന്തോഷം തന്നിട്ടുണ്ടായിരുന്നു. കാരണം ഈ സ്ഥലങ്ങളൊക്കെ കണ്ട് ഈ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് നമുക്ക് പോകാൻ പറ്റുമെന്ന് പറയുമ്പം അതെനിക്കെന്തോ ഒരു ഭയങ്കര മനസ്സിന് സുഖമായിരുന്നു. അപ്പം നിങ്ങളൊരു വൺ ഡേ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ചുഞ്ചി ഫോൾസും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താം. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നിങ്ങളോട്, സംഗമം, മേക്കഡാട്ടു, ചുഞ്ചി ഫോൾസ്, ഇത് മൂന്നും കൂടെ നിങ്ങൾക്ക് കവർ ചെയ്തിട്ട് പോകാനായിട്ട് പറ്റും. അത് മാത്രമല്ല ഇവിടെ അടുത്ത് വേറെ സ്ഥലങ്ങളും ഉണ്ട്. ഞങ്ങളിത് മൂന്നുമാണ് ഒരു ദിവസം കവർ ചെയ്തത്. അപ്പം നിങ്ങൾക്ക്
അങ്ങനെ കവർ ചെയ്ത് പോകാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ തരുന്ന സപ്പോർട്ടൊക്കെയാണ് നമുക്ക് കൂടുതൽ വീഡിയോസ് ഇടാൻ തരുന്നൊരു പ്രചോദനം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.